ആണോ? എന്തിനെന്നല്ലേ? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഈ ഒരു തീരുമാനം എടുക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. CUT എക്സാം എഴുതുന്ന സമയത്തോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ ഇത്ര പ്രശ്നമില്ലായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഓരോ യൂണിവേഴ്സിറ്റി അണ്ടറിലും ഒരുപാട് കോളേജുകളുണ്ട് അല്ലേ? ഇതിൽ ഞാൻ എങ്ങനെ ചൂസ് ചെയ്യണം, ഏതായിരിക്കും എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്? അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? നിങ്ങൾ സ്വയം ചെയ്യേണ്ടുന്ന, അതായത് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് ഏത് സ്ട്രീമാണ്, അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ട്രീം അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും കോളേജുകളും, ഓക്കെ, നിങ്ങളുടെ സ്ട്രീം അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരുപാട് നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്ക്, ഇന്ത്യയിൽ എത്രാമത്തെ റാങ്കാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് എന്ന് നിങ്ങൾ നോക്കണം. ഈ റാങ്ക് എന്ന് പറയുന്നത് UGC ബേസ്ഡ് ആയിട്ടുള്ളതാണ്, അതായത് UGCയുടെ അണ്ടറിൽ വരുന്ന റാങ്കാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിക്ക് റാങ്ക് കൂടുതലുണ്ടാവും. റാങ്ക് എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ അങ്ങ് റാങ്ക് ഇട്ട് കൊടുക്കുന്നൊന്നുമല്ല. അവരുടെ സിലബസ്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ റിസൾട്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഇവർക്ക് ഈ യൂണിവേഴ്സിറ്റീസിന് റാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ റാങ്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ റാങ്ക് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ ലിസ്റ്റിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് ടോപ്പിൽ നോക്കുക, അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടും, കാരണം ഒരുപാട് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് അല്ലേ? ആ റാങ്ക് മനസ്സിലാക്കാനുള്ളൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് 2 സൈറ്റുകളുണ്ട് യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്കുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നാമത്തതാണ് നമ്മുടെ NIRFൻ്റെ സൈറ്റ്. അതുകൂടാതെ നമുക്ക് ഇന്ത്യ ടുഡേയുടെ സൈറ്റ് ഉണ്ട്. ഈശ്വര, ചുമ്മാ ഈ അങ്ങ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നായിരിക്കും ആലോചിക്കുന്നത്. ചുമ്മാ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ NIRF ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു വെബായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക, വെബ് പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലുള്ള വെബ്സൈറ്റ് ആണ് ഈ പറയുന്ന NIRF എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് റാങ്കിങ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ പോയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്കുകൾ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏത് പൊസിഷനിലാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമില്ല, നിങ്ങൾക്ക് ഇന്ത്യ ടുഡേ നോക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? കോളേജിൻ്റെ റാങ്കുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോർട്ട് ആയിട്ടുണ്ടല്ലോ. നമ്മുടെ NIRF റാങ്കിങ് പ്രകാരം ഇന്ത്യയിലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ കുറച്ച് ലിസ്റ്റാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയുണ്ട്? നമ്മുടെ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 2ാം സ്ഥാനത്താണ്. ജാമിയ മിലിയ ഇസ്ലാമിയ 3ാം സ്ഥാനത്താണ്. ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ അധികം അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? നമ്മുടെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയാണ്. ഇത് വെസ്റ്റ് ബംഗാളിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ദെൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ആദ്യത്തെ 11 എണ്ണത്തിൽ വരുന്ന നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ റാങ്കുകൾ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത് ആ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ കോഴ്സ് വരുന്ന യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ഏതൊക്കെയാണോ നോക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജസ് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഇതിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെയും ആവശ്യം ഇനി നിങ്ങൾക്കില്ല. ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഇനിയും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു. അപ്പോൾ തുടങ്ങിക്കോ.